സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ താല്പര്യമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഹമാസ് ഒരു ബന്ധിയുടെ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. എവ്വിദോർ ഡേവിഡ് എന്നാണ് ഈ ബന്ധിയുടെ പേര്. എല്ലും തോലുമായി മാറിയ ഈ രൂപത്തെ പുറത്തുവിടുക വഴി അവർ പ്രഖ്യാപിച്ചത് ഗാസയിൽ പട്ടിണി കിടക്കുന്ന കുട്ടികൾക്കൊപ്പം നിങ്ങളുടെ ബന്ധികളും പട്ടിണിയിലാണ് എന്ന ഒരു ടൈറ്റിലാണ് അതിന് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ആ ചിത്രത്തിൽ കാണുന്നത് 40 സെക്കൻഡ് ദൈർഘ്യമുള്ളൊരു വീഡിയോയാണ്. വീഡിയോയിൽ അദ്ദേഹം ഒരു കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കോൺക്രീറ്റ് ടണലാണ്. ടണലിന് തീരെ വലിപ്പം കുറവാണ്. ആ വലിപ്പം കുറഞ്ഞ കോൺക്രീറ്റ് ടണലിന്റെ ഒരു ഭാഗത്ത് അദ്ദേഹം ഒരു കുഴി കുഴിക്കുന്നതിന്റെ ഒരു വീഡിയോ ദൃശ്യമാണ്. അതിനിടയിലൂടെ അയാൾ പറയുന്നുണ്ട്, ഞാൻ ഈ കുഴിക്കുന്നത് എന്റെ ശവക്കുഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളത് കുഴിക്കുന്നത്. പിന്നീട് CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് അദ്ദേഹത്തെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ച ഒരു കാര്യമാണ് എന്ന് CNN അവർക്ക് വിവരം ലഭിച്ചതായി അവർ പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരം ഒരു വീഡിയോ പുറത്ത് വിടുക വഴി ഹമാസ് ചെയ്തിട്ടുള്ളത് അവർക്ക് ഈ സമാധാന ശ്രമങ്ങളിൽ ഒന്നും താല്പര്യമില്ല എന്നുള്ളതാണ്. കൂടാതെ അവര് പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്, പാലസ്തീൻ എന്ന രാജ്യം സ്ഥാപിതമാവുന്നത് വരെ, അല്ലെങ്കിൽ പാലസ്തീൻ എന്നൊരു സ്വതന്ത്ര രാജ്യം രൂപപ്പെടുന്നത് വരെ തങ്ങൾ യുദ്ധം നിർത്തുകയില്ല എന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ എവിദോർ ഡേവിഡ് എന്ന് പറയുന്ന ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ഗിൽബുയ ദലാൽ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അവർ രണ്ടുപേരും കൂടി, ഇദ്ദേഹത്തിന് 24 വയസ്സാണ്. ഇദ്ദേഹത്തിന് കൂടെ പിടിച്ചുകൊണ്ട് പോയപ്പെട്ട ഈ ഗിൽബുയ ദലാലിനും ഇതേ പ്രായമാണ്. ഇവരന്ന് 2023 ഒക്ടോബർ 7 നോവ മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പേരിട്ടിട്ടുള്ള സൗതേൺ ഇസ്രായേലിലെ ഒരു മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന സമയത്താണ് ഈ ഹമാസ് തീവ്രവാദികൾ പാലസ്തീനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയത്. ഈ നോവ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ സൈറ്റില് അന്ന് പങ്കെടുത്തുകൊണ്ടിരുന്ന 370 ആളുകളെയാണ് അവരന്ന് വെടിവെച്ച് കൊന്നത്. എല്ലാവരും തന്നെ ചെറുപ്പക്കാരാണ്. 370 ആളുകളെ അവിടെ വെടിവെച്ച് കൊന്നു. അവിടെ നിന്ന് 44 പേരെ അവർ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ചെയ്തു. ആ 44 ബന്ദികളുടെ കൂട്ടത്തിൽ പെടുന്നവരാണ് ഈ എവിദോർ ഡേവിഡും അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഗിൽബുയ ദലാൽ എന്ന് പറയുന്ന ആളും. അപ്പൊ എവിദോർ ഡേവിഡിന്റെ പടം ഇതിനു മുൻപും അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ചിത്രീകരിച്ചിരുന്നു. ഒരു തവണ ബന്ദികളെ അവർ റിലീസ് ചെയ്യുന്ന സമയത്ത് അകലെ ഒരു വാഹനത്തിലിരിക്കുന്ന എവിദോർ ഡേവിഡിന്റെ ഒരു വീഡിയോ, അയാൾ ഇങ്ങനെ തനിക്ക് പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടത്തോടെ ഈ റിലീസ് ചെയ്യപ്പെട്ടു പോകുന്ന ബന്ദികളെ നോക്കിയിരിക്കുന്ന ഒരു വീഡിയോ ഇവര് നേരത്തെ റിലീസ് ചെയ്തിരുന്നു. അപ്പൊ ഒരു സ്ഥിരമായിട്ട് ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രൂപമാണ് ഇദ്ദേഹത്തിൻ്റെത് എന്ന് വേണം വിചാരിക്കാൻ. എന്തായാലും ശരി, ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വിടുക വഴി വലിയ പ്രകോപനമാണ് അവർ സൃഷ്ടിച്ചത്. ലോകത്തെമ്പാട് നിന്നും ഇതിനെതിരെ പ്രസ്താവനകൾ വരുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളും ഇതിനെ അപലപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇസ്രായേലിൽ അതിഭയങ്കരമായ പ്രതിഷേധം ഇതിന്റെ പേരിലുണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ സേന ആക്രമണം അതിശക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അവര് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇത്തരം ഒരു വീഡിയോ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബങ്ങളും അതുപോലെ മറ്റ് ബന്ദികളുടെ കുടുംബങ്ങളും ഭയങ്കരമായിട്ട് വികാരഭരിതരാവും. അതിന്റെ റിയാക്ഷൻ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും ഭരണകൂടത്തിന് അവരെ തൃപ്തിപ്പെടുത്തേണ്ടി വരും. ഭരണകൂടം ആർക്ക് പറഞ്ഞാലും മനസ്സിലാവും, ബന്ദികളെ പോയിട്ട് എടുത്തുകൊണ്ട് വരാൻ കിട്ടൂല. പിന്നെ ഇതിനുള്ള മാർഗം എന്താണ്? ഇതിനുള്ള മാർഗം യുദ്ധം ഇന്റൻസിഫൈ ചെയ്യുക എന്നതാണ്. അപ്പൊ രാജ്യത്തിന് അവരെ ബോധ്യപ്പെടുത്താവുന്ന ഒരേ ഒരു കാര്യം യുദ്ധം ഇന്റൻസിഫൈ ചെയ്യും. ഞങ്ങളിത് ഈ ബന്ദികളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകും, എത്ര കടുത്ത ആക്രമണവും ഞങ്ങൾ കാണിക്കും എന്ന് ഭരണകൂടത്തിന് അവരുടെ നാട്ടിലെ ജനത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടുതൽ ശക്തിയായ ഫൈറ്റിംഗിലേക്ക് അവർക്ക് പോവേണ്ടി വരും. അവരത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇന്നലെ ഗാസയിൽ മരണസംഖ്യ കൂടിയിട്ടുണ്ട്. ഇസ്രായേൽ ബോംബിംഗ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഹമാസ് ഇന്ന് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഈ ബോംബിങ്ങിന്റെ ശക്തി ഒന്നും കുറയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഭക്ഷണ സാധനങ്ങൾ ഗാസയിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നത് അനുവദിക്കാം എന്ന് പറഞ്ഞാൽ, ഗാസയിൽ ഭക്ഷണ സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്നത് അനുവദിക്കാതിരിക്കുന്ന തരത്തിലേക്ക് വരെ ഹമാസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ബോംബിംഗ് കുറച്ചാൽ അവരുടെ ഭാഗത്തുള്ള ആക്രമണം കുറയ്ക്കാം. അങ്ങനെ ഗാസയിലെ ഫ്രീ മൂവ്മെന്റ് ഓഫ് ഫുഡ് ഉണ്ടാക്കാം, ഫ്രീ മൂവ്മെന്റ് ഓഫ് ഫുഡ് സാധ്യതമാക്കാം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവിടെ ഫ്രീ മൂവ്മെന്റ് ഓഫ് ഫുഡ് നടക്കാത്തതിന്റെ ഒരു കാരണം ഹമാസ് ആണ്. ഒരു കാരണം ഇസ്രായേൽ സേനയാണ്. ഫൈറ്റിംഗ് നടക്കുന്നതുകൊണ്ടാണ് ഫ്രീ മൂവ്മെന്റ് നടക്കാത്തത്. അവർ തടഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കുറച്ച് ദിവസത്തേക്ക് ഫൈറ്റിംഗ് ഒന്ന് റിലാക്സ് ചെയ്ത സമയത്ത് അവിടെ കടന്നു കിട്ടിയ ആ ഒരു എയ്ഡ് മെറ്റീരിയൽസ്, ഭക്ഷണ സാധനം അടക്കമുള്ള സാധനങ്ങൾ ഹമാസ് ഇഷ്ടം പോലെ പിടിച്ചു പറിച്ചു കൊണ്ടുപോയി അവർ ടണലിൽ നിറച്ചു. അപ്പൊ അവരുടെ ആവശ്യങ്ങൾക്കുള്ളത് കിട്ടി. ഈ പറയുന്ന ഹമാസ് ഭീകരന്മാരുടെയും അവരുടെ സഹചാരികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ആവശ്യത്തിനുള്ള സാധനം അവരുടെ ടണലിൽ അവർ സ്റ്റോക്ക് ചെയ്തു. ഇനി അവരെ സംബന്ധിച്ച് യുദ്ധം ബൂസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ള മനുഷ്യരുടെ കൊലയ്ക്ക് കൊടുക്കുക, എന്നിട്ട് ലോകം മുഴുവൻ പ്രചരണം നടത്തുക. ഞങ്ങൾ ഇസ്രായേൽക്കാര് ഞങ്ങളെ പട്ടിണിക്കിടുന്നു, ഇസ്രായേൽക്കാർ ഞങ്ങളെ കൊല്ലുന്നേ, അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. അവിടെ നിന്ന് കിട്ടുന്ന പണം വാങ്ങി സുഖമായി ജീവിക്കുക. ഇതാണ് ഹമാസിന്റെ ചിന്ത എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി വരുന്നു.
കാരണം ഇവർ പറയുന്ന പാലസ്തീൻ സ്റ്റേറ്റ് യുദ്ധം ചെയ്ത് നേടിയെടുത്തിട്ട് മാത്രമേ ഈ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പാലസ്തീൻ സ്റ്റേറ്റ് ഹുഡ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ അവസ്ഥ എന്തായി? ഇങ്ങനെ ചെയ്യുന്ന ഫ്രാൻസിന്റെ അവസ്ഥ എന്തായി? ജർമ്മനിയുടെ അവസ്ഥ എന്തായി? മാൾട്ടയുടെ അവസ്ഥ എന്തായി? കാനഡയുടെ അവസ്ഥ എന്തായി? ഇവരൊക്കെ പൊട്ടന്മാരായില്ലേ? ഹമാസ് പറയുന്നത് നിങ്ങളുടേത് ആവശ്യമില്ല, ഞങ്ങളത് യുദ്ധം ചെയ്ത് വാങ്ങിക്കോളാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരൊക്കെ പൊട്ടന്മാരായി. പക്ഷേ സൗദി അറേബ്യയാണ് ഇക്കാര്യത്തിൽ ബുദ്ധിപൂർവ്വം സംസാരിച്ചത്. സൗദി അറേബ്യ പറഞ്ഞത് അവർക്കറിയാം ഇത് ഏത് തരമാണെന്നുള്ളത്, ഹമാസ് എന്തെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ഒന്നാമത്തെ കണ്ടീഷനായിട്ട് പറഞ്ഞത് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയും ഹമാസിന്റെ നേതാക്കൾ ഗാസ വിട്ടു പോവുകയും ചെയ്യണം എന്നാണ് അവർ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്. കാരണം ഈ ഒരു സാധനമാണ് ശരിക്കും സമാധാനത്തിന് തുരങ്കം വെക്കുന്നത്, ഇസ്രായേൽ അല്ല എന്നുള്ളത് സൗദി അറേബ്യയ്ക്കും അറബ് രാജ്യങ്ങളും കൃത്യമായി ബോധ്യമുണ്ട്. ഹമാസ് എന്താണെന്ന് അവർക്കറിയാം. അത് ഭീകര സംഘടനയാണ്. പേപ്പട്ടിയെ പോലെ പേ പിടിച്ചു നടക്കുന്ന അക്രമകാരികളായ മനുഷ്യരാണ്. അവർക്ക് അക്രമത്തിന്റെ വഴി മാത്രമേ അറിയൂ, സമാധാനം എന്താണെന്ന് അവർക്കറിയില്ല. അതുകൊണ്ടാണ് അവര് ഇപ്പോൾ ഈ യുദ്ധം നിർത്തുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ഇസ്രായേൽ കുറച്ചൊന്ന് അയയുകയും ചെയ്യുന്ന സമയത്ത് അവർ യുദ്ധം കൂടുതൽ തീഷ്ണമാക്കാനുള്ള, ആക്രമണം കൂടുതൽ തീഷ്ണമാക്കാനുള്ള നടപടികളിലേക്ക് കടന്നത്. ഈ ബന്ധിയുടെ എവിതൻ ഡേവിഡ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ആരെയും പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം പുറത്തുവിട്ടുകൊണ്ട് പിന്നെ ഇപ്പൊ അവരുടെ ഹമാസ് പുറത്തുവിടുന്ന ഗാസയിലെ പട്ടിണി എന്ന് പറഞ്ഞ് പുറത്തുവിടുന്ന മിക്കവാറും എല്ലാ ചിത്രങ്ങളും തന്നെ ഫേക്കാണ് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. ഇന്ന് മലയാള മനോരമ ഫ്രണ്ടിലൊരു മെലിഞ്ഞ ഒരു കൊച്ചിന്റെ പടവുമായിട്ട് നിൽക്കുന്ന പടമുണ്ട്. അമ്മയ്ക്ക് കാര്യമായ പരിക്കില്ല, കൊച്ചിന് മാത്രമാണ് പട്ടിണി. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ട് എങ്ങനെ പട്ടിണി വരുന്നു? അമ്മമാർക്ക് പട്ടിണി ഉണ്ടാവുന്നില്ലേ, കുഞ്ഞുങ്ങൾക്ക് മാത്രമേ പട്ടിണി വരുന്നുള്ളൂ. അപ്പം അതിന് വിശദീകരണം നൽകാൻ പോലും ഹമാസിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഈ ഫോട്ടോകൾ എവിടുന്ന് എടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു സൂചനയുമില്ല. ഇതൊന്നും തന്നെ പലസ്തീന റീജിയനിൽ നിന്ന് എടുക്കുന്നതല്ല എന്നാണ് ഫോട്ടോ അനലൈസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത്. ഇനി അതിനിടയിലൂടെ ഇസ്രായേലിന്റെ മന്ത്രി ഇതാമർ ബെൻഗിർ എന്ന് പറയുന്ന അവരുടെ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്ററാണ്. അപ്പൊ അദ്ദേഹം ഇന്നലെ ടെമ്പിൾ മൗണ്ടിൽ പോയിട്ട്, ഈ ശനിയാഴ്ച ടെമ്പിൾ മൗണ്ടിൽ പോയിട്ട് അദ്ദേഹം പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അത് അവരുടെ ടിഷാ ബിയവ് ഡേ ആണ്. ടിഷാ ബിയവ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽക്കാർ അവരുടെ എല്ലാ ട്രാജഡീസും, പ്രത്യേകിച്ചും അവരുടെ 2 ക്ഷേത്രങ്ങൾ തകർന്ന ആ ഓർമ്മയും ആചരിക്കുന്ന ദിവസമാണ്. അവരുടെ എല്ലാ ട്രാജഡികളും ഓരോ ദിവസം ഓർമ്മിക്കുന്നുണ്ട്. കൂടാതെ അവർ ഏറ്റവും പ്രധാനമായും ആചരിക്കുന്നത് അവരുടെ ടെമ്പിൾ മൗണ്ടിൽ ഉണ്ടായിരുന്ന അവരുടെ യഹൂദ ടെമ്പിളുകൾ, 1ാമത്തെ ടെമ്പിളും 2ാമത്തെ ടെമ്പിളും നശിപ്പിക്കപ്പെട്ടതിന്റെ ഓർമ്മയാണ് ഈ ടിഷാ ബിയാവ് ഡേ എന്ന് പറയുന്ന ദിവസം ഇവർ ആചരിക്കുന്നത്. ആ ദിവസം ഈ ഇസ്രായേൽ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ ഇതാമർ ബെൻഗിർ അദ്ദേഹത്തിന്റെ കുറച്ച് സഹചാരികളുമായിട്ട് ഏകദേശം ഒരു 15-20 ആളുകളുണ്ട്. അദ്ദേഹമായിട്ട് ഇദ്ദേഹം ഈ ടെമ്പിൾ മൗണ്ടിൽ പോകുന്നു. ഇപ്പൊ ടെമ്പിൾ മൗണ്ടിലെ സ്റ്റാറ്റസ് ക്വോ അനുസരിച്ച് അവിടെ ആർക്ക് വേണമെങ്കിലും പോവാം. പക്ഷെ അവിടെ പ്രാർത്ഥന നടത്താനുള്ള അവകാശം മുസ്ലിങ്ങൾക്ക് മാത്രമാണ്. 40 ഏക്കർ കോമ്പൗണ്ടിനകത്തോ അല്ലെങ്കിൽ ഈ അവിടെയുള്ള മുസ്ലിം മോസ്കുകൾക്കകത്തോ ഒക്കെ പ്രാർത്ഥിക്കാനുള്ള അവകാശം മുസ്ലിങ്ങൾക്ക് മാത്രമാണ്. വേറെ ആർക്കും അവിടെ പ്രാർത്ഥിക്കാൻ അവസരമില്ല, അല്ലെങ്കിൽ അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽക്കാർ സാറിന് പ്രാർത്ഥിക്കുന്നത് ഈ 40 ഏക്കറിന് ചുറ്റുമുള്ള അതിന്റെ വെസ്റ്റേൺ സൈഡിലുള്ള ഒരു വാളുണ്ട്. ആ വാളിനെ വെയിലിംഗ് വാൾ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ പുറത്ത് നിന്നിട്ട് അവർ പ്രാർത്ഥിക്കാറുള്ളൂ. ഒരിക്കലും ഇവിടെ ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ പോയി പ്രാർത്ഥിക്കാറില്ല. അപ്പൊ ഈ ഇതാമർ ബെൻഗിർ എന്ന് പറയുന്ന ഇദ്ദേഹം ആദ്യമായിട്ടല്ല അവിടെ വിസിറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ 8ാമത്തെയോ 10ാമത്തെയോ വിസിറ്റാണ്. പക്ഷെ അവിടെ അദ്ദേഹം ഒരു പ്രാർത്ഥന നയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഇന്നലെ അദ്ദേഹം അവിടെ പ്രാർത്ഥന നയിച്ചു. സ്വാഭാവികമായിട്ടും മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വലിയ ഔട്ട്ക്രൈ ഉണ്ടായിട്ടുണ്ട്. അത് പ്രകോപനമാണ്. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ആരാധനാലയങ്ങൾ ജൂതന്മാരെ പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമാണ്. അവർ ക്രിസ്ത്യാനികളെ പിടിച്ച് ആ കൂടെ കെട്ടിയിട്ടുണ്ട്. അപ്പം അതിന്റെ ഭാഗമാണ്, ഗൂഢാലോചനയാണ് എന്നൊക്കെ പറഞ്ഞൊരു ബഹളം കൂട്ടിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഹൂതികള് അതിന്റെ ആചരണത്തിന്റെ ഭാഗമായിട്ട് 4 മിസൈലുകളും ഇസ്രായേലിലേക്ക് ആചാരവടി മുഴക്കുന്നത് പോലെ അയച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി. അപ്പൊ ഈ ഹമാസിന്റെ ഈ ഔട്ട്റേജസ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ഇതാമർ ബെൻഗിറിനെ ഇതുപോലത്തെ ഒരു പ്രവൃത്തിയിലേക്ക് നയിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പൊ ഹമാസ് അതിനെ ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. അവിടെ കയറിയാൽ ഞങ്ങൾ കത്തിച്ചുകളെന്നൊക്കെ അവര് അതിനിടയിലൂടെ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇത് ഈസ്റ്റ് ജെറുസലേമിന്റെ ഭാഗമാണ്. 1967 ഈസ്റ്റ് ജെറുസലേം 6 ഡേ വാറിലാണ് ഇസ്രായേൽ ആ ഭാഗം പിടിച്ചെടുക്കുന്നത്. അത് പിടിച്ചെടുത്തത് മുതൽ അത് ഇസ്രായേലിന്റെ കയ്യിലാണ്. അപ്പൊ ഇത് പാലസ്തീനികളെ സംബന്ധിച്ച്, നമ്മുടെ ഹമാസിനെ സംബന്ധിച്ച്, ഹമാസിന്റെ സ്വപ്നം ഒരു പാലസ്തീൻ രാജ്യം രൂപീകരിക്കുകയും ആ പാലസ്തീൻ രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ട് ജെറുസലേം വേണം എന്നുള്ളതാണ് അവരുടെ സ്വപ്നം. മനോഹരമായി നടക്കാത്ത സ്വപ്നം. അപ്പൊ ആ സ്വപ്നം വെച്ചുകൊണ്ട് ഇവരവിടെ പോയിട്ട് ഈ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു വികാരവും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. 1967 യുദ്ധത്തിലാണ് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ജെറുസലേം, അതിനു മുമ്പ് വെസ്റ്റേൺ പാർട്ട് ഓഫ് ജെറുസലേം ജൂതന്മാരുടെ കയ്യിൽ തന്നെയാണ്. അതിൽ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ജെറുസലേം, വാസ്തവത്തിൽ ജെറുസലേം മൊത്തമായിട്ട് 1948 പാർട്ടീഷൻ പ്രകാരം ജെറുസലേം ഒരു ഫ്രീ ലാൻഡാണ്. അത് ആർക്കും ഉള്ളതല്ല, അത് അറബികൾക്കും ഉള്ളതല്ല, അത് ജൂതന്മാർക്കും ഉള്ളതല്ല. അത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന നിലയ്ക്ക് അതൊരു ഇന്റർനാഷണൽ
റൂളിന്റെ നിയന്ത്രണത്തിൽ നിൽക്കേണ്ട ഒരു സ്ഥലമാണ് എന്നായിരുന്നു 1948 ആ വിഭജനത്തിന്റെ സമയത്തുണ്ടായിരുന്ന അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ 1948 അറബികൾ യുദ്ധം പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ട് ജൂതന്മാരും അറബികളും തമ്മിൽ യുദ്ധം ചെയ്ത സമയത്ത് തന്നെ ആ ജെറുസലേമിന്റെ പകുതി ഭാഗം വെസ്റ്റേൺ പാർട്ട് അന്ന് തന്നെ ജൂതന്മാർ കൈയടക്കിയിരുന്നു. 1967 യുദ്ധത്തിൽ അന്ന് അതിന്റെ ഈസ്റ്റേൺ പാർട്ട് ജോർദാന്റെ കൈവശമായിരുന്നു. 1967 യുദ്ധത്തിലാണ് ഈ ഈസ്റ്റേൺ പാർട്ടികൾ ഒന്നിച്ച് ജൂതന്മാരുടെ കയ്യിൽ വരുന്നത്. അവർ ഈസ്റ്റേൺ പാർട്ട് മാത്രമല്ല വെസ്റ്റ് ബാങ്കും എല്ലാം അന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തിട്ട് വെസ്റ്റ് ബാങ്കിന് ഒരു പ്രത്യേക സ്റ്റാറ്റസ് കൊടുത്ത് അതിനെ അവിടെ നിർത്തി. നേരെ മറിച്ച് ഈ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ജെറുസലേം അവരുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും ജെറുസലേം പൂർണ്ണമായും ഇസ്രായേലിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ പറഞ്ഞ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന 40 ഏക്കർ സ്ഥലം മാത്രം ആ ടെമ്പിൾ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ജോർദാനിയൻ രാജകുടുംബത്തിന് അവിടെ ഒരു വഖഫ് ബോർഡ് രൂപീകരിച്ച് നിയന്ത്രിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ അവിടെ വെച്ചിട്ടുള്ള ഒരു സ്റ്റാറ്റസ് കോ ആണ്. ആർക്ക് വേണമെങ്കിലും വിസിറ്റ് ചെയ്യാം, പക്ഷെ പ്രാർത്ഥിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാവണം എന്നുള്ളത്. അപ്പൊ ഇന്നലെ പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് പറഞ്ഞത് സ്റ്റാറ്റസ് കോ മാറ്റിയിട്ടില്ല, പക്ഷേ അവിടുത്തെ കാര്യങ്ങൾ എന്താവണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഒരൊറ്റൊരാൾക്കേ ഉള്ളൂ, അത് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കാണ്. അപ്പൊ അവിടെ എങ്ങനെ നടക്കണം, എന്തു നടക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഒരേ ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമാണ്, അത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നിക്ഷിപ്തമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രധാനമന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ പ്രസ്താവന വാസ്തവത്തിൽ അവിടെ വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ അപകടകരമാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അദ്ദേഹം പ്രാർത്ഥിച്ചതിനെ ന്യായീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല, സ്റ്റാറ്റസ് കോ മാറ്റിയിട്ടില്ല എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം വ്യക്തമായി പറഞ്ഞൊരു കാര്യം, അവിടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പൊ അതില് ഇനി ഏറ്റവും രസകരമായി കേൾക്കുന്ന ഒരു വാർത്ത, പാകിസ്ഥാനില് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇറാന്റെ പ്രധാനമന്ത്രി പെഷേസ്കിയാൻ പാകിസ്ഥാനിൽ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പെഷേസ്കിയാനും ഒന്നിച്ചു ചേർന്ന് നടത്തിയ പ്രസ്താവനയില് പാകിസ്ഥാൻ ഊന്നി പറഞ്ഞ ഒരു കാര്യം, സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ന്യൂക്ലിയർ റിസർച്ച് നടത്താൻ ഇറാന് പൂർണ്ണമായും അവകാശമുണ്ട് എന്നാണ്. അപ്പൊ അമേരിക്ക നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കുഞ്ഞ് പാകിസ്ഥാൻ പ്രസ്താവിച്ചത് അവര് ന്യൂക്ലിയർ റിസർച്ച് നടത്തിക്കോട്ടെ എന്ന് തന്നെയാണ്. അത് ട്രംപിന് മനസ്സിലാകുന്ന ഭാഷയിലാണ് പറഞ്ഞത്. അപ്പൊ ട്രംപിന്റെ റട്ടറിക്, ട്രംപിന്റെ വായ്ത്താരി പാകിസ്ഥാന് പോലും വിലയില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കൂടാതെ $100 ബില്യൺ ഒരു ബിസിനസ് കരാറും പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പം ഇറാനുമായിട്ട് ബിസിനസ് ആവാം, ഇറാൻ ന്യൂക്ലിയർ റിസർച്ച്, വാസ്തവത്തിൽ ഇറാന്റെ ന്യൂക്ലിയർ റിസർച്ച് എന്ന് പറയുന്നത് പാകിസ്ഥാൻ കൊടുത്തതാണ്. അപ്പൊ പാകിസ്ഥാനിലേക്ക് എന്ന് പറയുന്ന ആളുടെ അടുത്തുനിന്ന് അയാൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന ന്യൂക്ലിയർ ടെക്നോളജി ഇറാന് കൊടുത്തതാണ് ഇറാന്റെ ന്യൂക്ലിയർ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം പാകിസ്ഥാനാണ് എല്ലാ കാലത്തും ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, അടികൂടിയാണെന്ന് മാത്രം. അപ്പൊ അത് ഇപ്പോഴവർ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഇതിന് നെറ്റ് ഇഫക്ട് ഇത്രേ ഉള്ളൂ, ഈ ട്രംപിന്റെ വായ്ത്താരിക്ക് ലോകത്തിൽ പാകിസ്ഥാൻ പോലും വില കൊടുക്കുന്നില്ല എന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് സ്വന്തം വില കളഞ്ഞതിന്റെ ഒരു പുതിയ ചിത്രം കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് മാത്രം.